പണ്ട് തന്നെ എൻ്റെ ബാല്യകാലത്തൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നേരിട്ട് പോവില്ല. ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, ശുദ്ധീകരണ സ്ഥലം. ഈ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുന്ന ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ ഭൂമിയിലുള്ള ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും ഒപ്പീസ് ഇല്ലുകയും പള്ളി സെമിത്തേരി പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് കുറേ വർഷങ്ങൾ കൊണ്ടേ ഇത് പോവുള്ളൂ. ഇപ്പൊ പക്ഷെ അധികം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ടോ? അല്ല, ഇത് ഞാന് കേൾക്കാറില്ല. ഇപ്പൊ സ്വർഗം അല്ലെങ്കിൽ നരകം എന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതുമില്ലെന്ന് പറയാതാകുന്ന ഒരു കാലം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഈ ദൈവസങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ വളർച്ചയ്ക്കൊപ്പം അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഞാന് താങ്കളുടെ അത്ര മതനിഷേധിയോ തീവ്രവാദിയോ അല്ല കേട്ടോ. ഞാന് വിശ്വാസിയെ ആദരിക്കുന്ന, അവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ എല്ലാ അവകാശം ഉണ്ടെന്നും വിശ്വസിക്കുന്ന, ആ വിശ്വാസം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ ആത്മവിശ്വാസം വളർത്തുന്നതിനും അവർക്ക് തീർച്ചയായിട്ടും നല്ല മനുഷ്യനായി ജീവിക്കുന്നതിനും സഹായമാകുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പോകണമെന്ന് പറയുന്ന ആളാണ്. അപ്പൊ എനിക്ക് എല്ലാ മതത്തിലുള്ള ഏറ്റവും നല്ല അയാളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ എളുപ്പം ആവുകയും സമൂഹത്തിന് അയാൾ ഒരു ലയബിലിറ്റി ആയി മാറുകയും ചെയ്യില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിയുള്ള ഒരാൾക്ക് ഈ ചൂഷണത്തിന് വിധേയനാവാതെ നിൽക്കാനുള്ള കഴിവൂടെ ഉണ്ടാവണം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മാനസികമായ തകർച്ച ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം. അവിടെ എന്നെ സഹായിക്കാൻ ചുറ്റുമുള്ള മനുഷ്യർ പ്രാപ്തരല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു ഘട്ടം ഉണ്ടാവില്ലേ? ഉദാഹരണത്തിന് എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ സുഹൃത്തുക്കളും എന്റെ സ്റ്റാഫും എന്റെ സഹപ്രവർത്തകരും ഒക്കെ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അവർക്കൊന്നും പറ്റില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലല്ലേ ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ ദൈവത്തെ ആശ്രയിക്കുമ്പോ എനിക്കിനി മുമ്പോട്ട് പോകാനുള്ള കരുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് തെറ്റ്? എല്ലാവരും തെറ്റില്ല. അതാണ് ഞാൻ ഈശ്വര വിശ്വാസം ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അത് വ്യക്തിയിൽ അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സന്തോഷ് ജോർജ് കുളങ്ങര പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തെ വിളിച്ചല്ല. ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്ന ആളാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ മരങ്ങാട്ടുപള്ളിയിലുണ്ടെങ്കിൽ മരങ്ങാട്ടുപള്ളി പള്ളിയിൽ ഞായറാഴ്ചകളിൽ 4 മണിയുടെ സമയത്തുണ്ടാവും. അതെല്ലാം മരങ്ങാട്ടുപള്ളിക്കാർക്കും അറിയുന്ന കാര്യം, എത്രയോ ആളുകൾ കാണുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളെ കുറിച്ചും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒറ്റ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ, മണ്ടത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ദൈവവിശ്വാസം ഇതാണ്, ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഞാനെതിരാ. അത് മാത്രമല്ലല്ലോ, അതായത് ഈ ഒരു വിശ്വാസത്തിനൊപ്പം ആ വിശ്വാസത്തിനൊപ്പം ഒളിച്ചു കടത്തുന്ന മറ്റു പല വിശ്വാസങ്ങളും ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, വിശ്വാസം മാത്രമല്ല, പൊളിറ്റിക്സ് ഉണ്ട്, പലതരം അധാർമികതകളുണ്ട്, പലതരം പൊളിറ്റിക്സ് ആണ് പ്രധാനം. ഇതിൻ്റെയൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ